بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ റുഷ്ദഹു. അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. أعوذ بالله من الشيطان الرجيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. മാന്യ സഹോദര സഹോദരിമാരെ, സദസ്യരെ, ശ്രോതാക്കളെ, സർവശക്തനെ ഭയപ്പെട്ട് ജീവിക്കുക. വിശുദ്ധ റമദാനിനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ച് അതിൽ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. കേൾക്കുന്ന ഉപദേശങ്ങൾ എന്നിട്ട് പകർത്തേണ്ട ഭാഗങ്ങൾ ജീവിതത്തിൽ പകർത്താനും ശ്രദ്ധ ചെലുത്തുക. ഇതിനെല്ലാം അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സഹോദര സഹോദരിമാരെ, വാസ്തവത്തിൽ റമദാനിനെ സ്വീകരിക്കാൻ ഉള്ളതായ തൗഫീഖ് നമുക്ക് ലഭിക്കുക എന്നത് മഹാഭാഗ്യമാണ്. നാം ഇപ്പോൾ മസ്ജിദ് നബവിയിൽ വെച്ചിട്ട് നമസ്കരിച്ചപ്പോൾ സംഭവിച്ചതെന്താണ്? നാം ഇപ്പോൾ വിശുദ്ധ മദീനയിൽ നിന്ന്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയുടെ പരിസരത്തിൽ നിന്ന് ആണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നിന്ന് ഇപ്പോൾ ജുമുഅ നമസ്കാരത്തിന് തന്നെ ധാരാളം മയ്യത്തുകൾ ഉണ്ടായിരുന്നു. മയ്യത്തുകൾക്കും അവരിൽ നിന്നുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും നമസ്കരിക്കുക എന്നാണ് നാം കേട്ടത്. അതുപോലെ തന്നെ നമ്മുടെ പരിസരത്തിലും കൂട്ടുകുടുംബത്തിലും പലരും കഴിഞ്ഞ റമദാനിനോട് വിടവാങ്ങിയ ശേഷം ഈ റമദാൻ ആഗതമാകുന്നതിന് മുമ്പായി നമ്മോടും ലോകത്തോടും വിടവാങ്ങിക്കഴിഞ്ഞവരുണ്ട്. അതിനിടക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാനുള്ളതായ തൗഫീഖ് നൽകിയത്. ഇത് മഹാഭാഗ്യമാണ്, ഇത് മഹാനേട്ടമാണ്. ഈ നേട്ടം പലർക്കും ലഭിക്കാത്തതായ നേട്ടമായതുകൊണ്ട് തന്നെ അള്ളാഹുവിന് നാം നന്ദിയുള്ളവരായിരിക്കണം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. വിശുദ്ധ റമദാനിനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ച് ആ റമദാനിൽ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ ഫർദും സുന്നത്തും എല്ലാം ചെയ്ത് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ നമുക്ക് പഠിപ്പിച്ചതുപോലെ ധർമ്മങ്ങളിലും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നവരായി മാറി അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ചെയ്തു തന്നതായ വിശാലമായ അനുഗ്രഹം അത് യഥാർത്ഥത്തിൽ ഒരു മഹാഭാഗ്യം തന്നെയാണ് എന്നതിലേക്ക് തെളിവായി നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവചനം നമ്മുടെ മുമ്പിൽ തെളിവായി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്ന് ചോദിക്കുകയുണ്ടായി, അയ്യുന്നാസി ഖൈർ, അഥവാ സഹാബാക്കളിൽ നിന്നർത്ഥം. അയ്യുന്നാസി ഖൈർ, ജനങ്ങളിൽ ഉത്തമർ ആരാണ്? ഖാല, റസൂലുള്ളാഹി മറുപടി നൽകി, മൻ താല ഉംറുഹു വഹസുന അമലുഹു, അവന്റെ വയസ്സ് ദീർഘിച്ചു കിട്ടാനും അപ്രകാരം തന്നെ ദീർഘിച്ചു കിട്ടുന്നതായ വയസ്സിലൂടെ അവൻ സൽക്കർമ്മങ്ങൾ വർദ്ധിക്കുവാനും നന്നാക്കി സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും സാധിക്കുക. ആ നേട്ടം, ആ ഭാഗ്യം ആർക്ക് ലഭിക്കുന്നു? അവരാണ് ജനങ്ങളിൽ ഉത്തമരെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. പിന്നെ ചോദിച്ചു, അയ്യുന്നാസി ഷർ, ആരാണ് ജനങ്ങളിൽ
ഷർറായ വ്യക്തി, ഗതികെട്ട വ്യക്തി. ഖൈറിന്റെ നേരെ വിപരീതമാണ് ഷർ. ഷർ ആരാണ് മനുഷ്യന്മാരിലെന്ന് ചോദിക്കപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യുത്തരം നൽകി, മൻ താല ഉംറുഹു വസാഅ അമലുഹു. ഒരു മനുഷ്യന്റെ വയസ്സ് വർദ്ധിക്കുകയും നന്നായി ജീവിക്കുന്നു, 50, 70, 80, 90, 100 വർഷം ജീവിക്കുന്നു, അതേ സമയത്ത് അവന്റെ അമലാണെങ്കിൽ മോശം, അവന്റെ പ്രവർത്തനമാണെങ്കിൽ മോശം, അവന്റെ സൽക്കർമ്മം അവൻ ചെയ്യാറില്ല, അവൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ തട്ടിപ്പോ വെട്ടിപ്പോ അനാചാരമോ അക്രമമോ ഏഷണിയോ ഭീഷണിയോ പരദൂഷണമോ വ്യഭിചാരമോ കള്ളുകുടിയോ അനാചാരമോ അല്ലെങ്കിൽ കള്ളസാക്ഷിയോ കള്ളസത്യമോ പോലത്തതായ ഇസ്ലാം വിരോധിച്ച ഏറ്റവും വലിയ തെറ്റാകുന്ന ശിർക്ക്, അത് കഴിഞ്ഞാലുള്ളതായ മറ്റു പാപങ്ങൾ വൻദോഷങ്ങൾ, പ്രത്യേകിച്ച് പലിശ തിന്നുക, പലിശ തിന്നിപ്പിക്കുക പോലത്തതായ മഹാപാപം, ഇതെല്ലാം ചെയ്ത് ജീവിക്കുന്നതായ വിഭാഗമായിരിക്കാം. അങ്ങനെയുള്ളവർ ജനങ്ങളിൽ എത്ര തന്നെ ജീവിച്ചാലും അവൻ ഗതികെട്ടവനാണ്, അവൻ ഷർറിൽപ്പെട്ടവനാണ്, അവൻ അപകടത്തിൽപ്പെട്ടവനാണ് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോൾ നമുക്ക് റമളാനിനെ സ്വീകരിക്കാൻ സാധിച്ചു എന്നത് എന്താണ്? മഹാഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞ ഇനത്തിൽ നമ്മെ പെടുത്തി എന്ന് നമുക്ക് മനസ്സിലാക്കി സന്തോഷിക്കാം. ആ ഇനത്തിൽ നാം എല്ലാവരെയും അല്ലാഹു പെടുത്തട്ടെ. ആരാണ്? വയസ്സ് നീണ്ടവർ, ആ നീണ്ട വയസ്സിലൂടെ സൽക്കർമ്മങ്ങൾ ചെയ്തവർ എന്ന് റസൂൽ വിശേഷിപ്പിച്ച ഇനത്തിൽ. അപ്രകാരം തന്നെ ഒരു സത്യവിശ്വാസി എത്ര കണ്ട് ജീവിക്കുന്നുവോ അത്ര കണ്ട് അത് അവന് നിഅമത്താണ് എന്നതിലേക്ക് വേറെയും തെളിവ് നമുക്ക് കാണാം ഹദീസിലൂടെ. മഹാനായ അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുകയാണ്, നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ നബിയുടെ ബേക്കിൽ അണിനിരന്ന സഹാബാക്കളുടെ കൂട്ടത്തിൽ നിന്നിട്ട് 2 വ്യക്തികൾ ഖുദാഅ കുടുംബത്തിൽ നിന്നിട്ട് മുസ്ലിമായി നബിയുടെ കാലഘട്ടത്തിൽ. ആ 2 സഹാബാക്കളിൽ നിന്നിട്ട് ഒരു വ്യക്തി അടുത്ത് സംഭവിച്ചതായ പോരാട്ടത്തിൽ ഷഹീദായി. പിന്നെ 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ആ രണ്ടാമത്തെ അദ്ദേഹത്തോടു കൂടി മുസ്ലിമായ രണ്ടാമത്തെ വ്യക്തി മരിച്ചത്. അദ്ദേഹം ഷഹീദായതല്ല, സാധാരണ മരണം മരിച്ചു. ആ സംഭവം കഴിഞ്ഞ ശേഷം മഹാനായ തൽഹത്ത് ഇബ്നു ഉബൈദില്ലാ, തൽഹയെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. സ്വർഗത്തിന് ടിക്കറ്റും ഭൂമിയിൽ നിന്ന് കിട്ടിയ 10 ആളെ പേര് ഞാൻ പറയുമ്പോൾ സാധാരണ ഹാജിമാരോടും ഉംറക്കാരോടും പറയാറുണ്ടല്ലോ, അബൂബക്കർ സ്വർഗത്തിൽ, ഉമർ സ്വർഗത്തിൽ, ഉസ്മാൻ സ്വർഗത്തിൽ, അലി സ്വർഗത്തിൽ, തൽഹ സ്വർഗത്തിൽ. തൽഹത്ത് ഇബ്നു ഉബൈദില്ലാ, സ്വർഗത്തിന് ടിക്കറ്റ് ഭൂമിയിൽ നിന്ന് കിട്ടിയ 10 ആളിൽ അഥവാ ഭൂമിയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നിങ്ങൾ സ്വർഗവാസിയാണ് എന്ന സന്തോഷ വാർത്ത റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട നാവിലൂടെ കേൾക്കാൻ ഭാഗ്യം കിട്ടിയതായ വ്യക്തിയാണ് തൽഹ. ആ തൽഹ ഈ 2 വ്യക്തികളെ കിനാവിൽ കാണുന്നു. ഈ 2 വ്യക്തികളെ കിനാവിൽ കാണുന്നു. എങ്ങനെയാ കണ്ടത്? ഷഹീദായി ആദ്യം മരിച്ചതായ വ്യക്തിയെക്കാളും മുമ്പാണ് അവർക്ക് 1 വർഷം ശേഷം മരിച്ചതായ ആ സഹാബി സ്വർഗത്തിലേക്ക് കടക്കുന്നതായി കിനാവിൽ കണ്ടത്. സഹാബാക്കളുടെ കിനാവ് നമ്മെപ്പോലെ പൊയ്ക്കിനാവല്ലല്ലോ. നാം കാണുന്ന കിനാവ് അധികവും പൊയ്ക്കിനാവാണ്. എന്ന് പറഞ്ഞാൽ അർത്ഥരഹിതമായ അർത്ഥശൂന്യമായ കിനാവാണ് പലപ്പോഴും നാം കാണാറുള്ളത്. നമ്മുടെ കൂട്ടത്തിൽ വളരെ തുച്ഛം പേരായിരിക്കും എന്ത് നല്ല കിനാവ് കാണുക. സഹാബാക്കൾ അങ്ങനെയല്ല. സഹാബാക്കൾ ശുദ്ധാത്മാക്കളാണ് പലരും. അവര് അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി പാടുപെടുന്നവരാണ്. അവരെ അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ചവരാണ്. അതുകൊണ്ട് മഹാനായ തൽഹത്ത് ഇബ്നു ഉബൈദില്ലാ കിനാവ് കണ്ട വാർത്ത എന്തേ അത് ശരിയാണ് എന്ന് നമുക്ക് ഉറപ്പ്. അത് റസൂലുള്ളാഹിയോട് മഹാനായ തൽഹ പറഞ്ഞു, റസൂലേ, ഞാൻ ഈ 2 വ്യക്തികൾ നിന്നിട്ട് ഒരാള് 1 കൊല്ലം മുമ്പ് ഷഹീദായ വ്യക്തി, രണ്ടാമത്തെ ആള് സാധാരണ മരണം മരിച്ച വ്യക്തി, 2 ആളും മുസ്ലിമായതായ വ്യക്തികളാണ്. ഈ രണ്ടാമത്തെ വ്യക്തിയാണ് സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്നതായിട്ട് ഞാൻ കിനാവിൽ കണ്ടത്. റസൂല് ചോദിക്കുന്നു, ഇത് നമുക്ക് പാഠമാണ്. റസൂല് ചോദിക്കുന്നു, അലൈസ ഖദ് സാമ, അദ്ദേഹം അഥവാ ഈ 1 കൊല്ലം കൂടുതൽ ജീവിച്ച വ്യക്തി, അദ്ദേഹം ഒരു പുതിയ റമദാനിനെ സ്വീകരിക്കുകയും ആ റമദാനിൽ നോമ്പ് പിടിക്കുകയും ചെയ്തിട്ടില്ലേ? മറ്റേ ഷഹീദായ വ്യക്തിയെക്കാളും കൂടുതൽ അമൽ ചെയ്യാനുള്ളതായ ഭാഗ്യം റമദാനിലൂടെ ലഭിച്ചിട്ടില്ലേ എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കും പോലെ അപ്രകാരം തന്നെ ആ റമദാനിൽ രാത്രി ഹയാത്താക്കിയിട്ടില്ലേ? അഥവാ ഇന്നത്തെ ഹയാത്താക്കലല്ല കേട്ടാ, നമ്മുടെയൊക്കെ ഹയാത്താക്കൽ ഇപ്പോൾ അടുത്ത് വന്നതാണത്. ഈ രോഗം ഏത് ഈ ഗൾഫ് രാഷ്ട്രത്തിലൊക്കെ 40 കൊല്ലം ഇങ്ങോട്ടുണ്ടായതാണ്. ഞാൻ വരുന്ന കാലഘട്ടത്തിൽ ഇല്ല. എന്ത് രാത്രി പകൽ, പകൽ രാത്രി, അങ്ങനെയുള്ള ഹയാത്താക്കലല്ല. പിന്നെ ഇബാദത്തിലൂടെ, ആരാധനകളിലൂടെ, നമസ്കാരങ്ങളിലൂടെ, ഖുർആൻ പാരായണം ചെയ്യലിലൂടെ, ധർമ്മങ്ങളിലൂടെ, പ്രബോധനങ്ങളിലൂടെ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്നതായ ഹയാത്താക്കൽ. അങ്ങനെ ഹയാത്താക്കലായിരുന്നു സഹാബാക്കൾ. അങ്ങനെ അയാൾ ജീവിച്ചതല്ലേ? അപ്പോൾ അയാൾ മുമ്പ് സ്വർഗത്തിൽ കടന്നു എന്നതിൽ എന്തില്ല, അത്ഭുതമില്ല എന്ന് റസൂലുള്ളാഹി പറയും പോലെ.
ആദ്യം കേട്ടതായ ഹദീസ് അത് മഹാനായ തുർമുദിയാണ് റിപ്പോർട്ടകൻ. ഹദീസിനെ മഹാനായ തുർമുദി പറയുന്നു ഹസനുൻ സഹീഹുൻ. രണ്ടാമത് നിങ്ങൾ കേട്ടതായ ഹദീസ് അത് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റിപ്പോർട്ട് ചെയ്യുന്നു, അതും സഹീഹ് തന്നെയാണ്. മഹാനായ ഷെയ്ഖ് അൽബാനി 1316 നമ്പർ ഹദീസിൽ അദ്ദേഹത്തിന്റെ സഹീഹയിൽ സഹീഹാണെന്ന് ഉദ്ധരിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ നാം എന്താ പഠിച്ചത്? ഇതിൽ നിന്നിട്ട് നാം കൂടുതൽ ജീവിക്കുക എന്നത് മഹാനേട്ടമാണ്, മഹാഭാഗ്യമാണ്. എന്തുകൊണ്ട്? കൂടുതൽ ജീവിക്കുമ്പോൾ കൂടുതൽ റമദാനുകളെ സ്വീകരിക്കാൻ, റമദാനിലൂടെ അള്ളാഹുലേക്ക് അടുക്കാൻ സാധിക്കുന്നു എന്നതായ ആ പ്രത്യേകത ലഭിക്കുന്നു എന്നാണ്. അൽഹംദുലില്ലാഹ്, മഹാഭാഗ്യം. അള്ളാഹു നമുക്ക് ഈ റമദാനിൽ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ ഫർളാവട്ടെ സുന്നത്താവട്ടെ ചെയ്ത് അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ തൗഫീഖ് നൽകട്ടെ. എന്നാൽ ഇവിടെ നിർബന്ധമായി പഠിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അതെന്താണ്? അള്ളാഹു പറഞ്ഞതായ മൊത്തത്തിൽ സൽക്കർമ്മങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയുന്നതായ ഒരു ശൈലി, മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ, ആണാവട്ടെ പെണ്ണാവട്ടെ, ഒരാൾ സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്താണ് നിബന്ധന? വഹുവ മുഅ്മിൻ, അവൻ സത്യവിശ്വാസിയായിട്ടായിരിക്കണം, സത്യവിശ്വാസിയായിട്ടായിരിക്കണം. അപ്പോൾ തൗഹീദാണ് ഇതിന്റെ എല്ലാം മദാർ, ഇതിന്റെ എല്ലാം മജ്ജ, ഇതിന്റെ എല്ലാം രത്നച്ചുരുക്കം. തൗഹീദോട് കൂടിയാണ് നോമ്പ് പിടിക്കുന്നതെങ്കിൽ, തൗഹീദോട് കൂടിയാണ് ഹജ്ജ് ചെയ്യുന്നതെങ്കിൽ, തൗഹീദോട് കൂടിയാണ് നമസ്കരിക്കുന്നതെങ്കിൽ, തൗഹീദോട് കൂടിയാണ് സക്കാത്ത് കൊടുക്കുന്നതെങ്കിൽ, അല്ലാത്ത പക്ഷം ഇപ്പറഞ്ഞ ഇനത്തിൽ പെടുന്നതല്ല എന്ന് ആരാ പറയുന്നത്? അള്ളയാണ്. മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ, നിബന്ധന അവൻ സത്യവിശ്വാസിയായിട്ടായിരിക്കണം. എന്താ സത്യവിശ്വാസത്തിന്റെ മജ്ജ? അതിന്റെ ഹൃദയഭാഗം അള്ളാഹ്ക്ക് മാത്രം ആരാധന, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥന, അള്ളാഹ്ക്ക് മാത്രം നേർച്ച, അള്ളാഹ്ക്ക് മാത്രം ജീവിതം, അള്ളാഹ്ക്ക് മാത്രം മരണം, അള്ളാഹ്ക്ക് മാത്രം ആയിരിക്കണം. സമർപ്പണ ബോധത്തോടു കൂടി നമ്മുടെ ജീവിതം, ആരാധനയുടെ സർവ്വ ഇനങ്ങൾ അള്ളാഹ്ക്ക് മാത്രം സമർപ്പിക്കുന്നവരായ ഒറിജിനൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്നവരായിരുന്നാൽ മാത്രമേ നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ സക്കാത്ത്, നമ്മുടെ ഹജ്ജ്, നമ്മുടെ ധർമ്മം എല്ലാം സ്വീകരിക്കുകയുള്ളൂ. നോക്കൂ നിങ്ങൾ, അതിനു വേണ്ടി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം നമസ്കരിക്കുന്ന നമസ്കാരത്തിൽ അതിൽ നമുക്ക് അത് പഠിക്കാൻ വേണ്ടി തന്നെ, അതിൽ നിന്നിട്ട് അശ്രദ്ധരാവാതിരിക്കാൻ വേണ്ടി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഊന്നി പറയുന്ന, നമ്മളോട് പറയാൻ വേണ്ടി കൽപ്പിച്ച, ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച ചില ഭാഗങ്ങളുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും നമസ്കരിക്കുന്നവരാണല്ലോ നാം എല്ലാവരും. അല്ലാഹു നമ്മുടെ നമസ്കാരത്തെ സ്വീകരിക്കട്ടെ. അതിൽ പെട്ടതാണ് ഉദാഹരണത്തിന് നാം നിസ്കരിക്കുമ്പോൾ, കേരളക്കാരാകുമ്പോൾ പ്രത്യേകിച്ച് നിസ്കാര തുടക്കത്തിൽ തന്നെ എന്തോന്നുന്നു? ഒച്ചത്തോതുന്നു അല്ലേ? അതിനർത്ഥമാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ തൗഹീദുമായി നമ്മെ അല്ലാഹ് ബന്ധപ്പെടുത്തുമ്പോൾ എന്ത്? ഞാൻ നിസ്കരിക്കുന്ന നമസ്കാരവും എന്റെ നോമ്പും എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ പ്രാർത്ഥനയും എന്റെ നേർച്ചയും എന്റെ അറവും റബ്ബേ നിനക്കാണ് എന്ന് റബ്ബിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് 5 നേരം നമസ്കരിക്കുമ്പോൾ പറയുന്നു. അപ്രകാരം തന്നെ നാം ഉജ്ജഹത്ത് കഴിഞ്ഞാൽ പിന്നെ ഓതുന്നത് എന്താണ്? ഫാത്തിഹയാണ്. ഫാത്തിഹയിൽ എന്ത് നമ്മളെ കൊണ്ടുള്ള പറയിപ്പിക്കുന്നു? നമ്മെ കൊണ്ടുള്ള ഫാത്തിഹയിൽ പറയിപ്പിക്കുകയാണ്, ഇയ്യാക നഅ്ബുദു, നിനക്ക് മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നത്. ശിട്ടുകളോടല്ല, വസ്തുക്കളോടല്ല, വ്യക്തികളോടല്ല, ജിന്നുകളോടല്ല, മലക്കുകളോടല്ല, ആരോടുമല്ല, നിന്നോട് മാത്രം മാത്രം മാത്രമാണ് എന്ന തൗഹീദിന്റെ മജ്ജ നമ്മെ കൊണ്ട് അല്ലാഹ് പറയിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു. 17 തവണ ഓരോ ദിവസത്തിൽ 17 റക്അത്ത് നാം അല്ലാഹുവിന്റെ മുമ്പിൽ 5 വഖ്ത് നമസ്കാരത്തിലൂടെ നമസ്കരിക്കുന്ന വേളയിൽ നമസ്കാരം കഴിഞ്ഞിട്ട് ചെയ്യുന്ന ദിക്ർ പരിശോധിച്ച് നോക്കൂ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത വലാ മുഅതിയ ലിമാ മനഅത, അല്ലേ? വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്, നീ കൊടുത്തതിനെ തടയുന്ന ആളില്ല, നീ തടഞ്ഞതിനെ കൊടുക്കുന്ന ആളില്ല. അപ്പോൾ ലോകത്ത് ആരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നീ കൊടുക്കുന്നതും നിന്റെ കയ്യിലുള്ളതും മാത്രമാണ്. ആർക്കും ആരെയും സമ്പത്തിലൂടെയോ നന്മയിലൂടെയോ സഹായിക്കാൻ സാധിക്കുക തന്നെയില്ല. അതുപോലെ തന്നെ തിന്മയിലൂടെ ദ്രോഹിക്കാനോ സാധിക്കുന്നതുമല്ല, നീ ഉദ്ദേശിച്ചാലല്ലാതെ, നീ കൊടുത്താലല്ലാതെ. അപ്പോൾ ആ തത്വം, അതുകൊണ്ടാണ് നാം ഈമാൻ കാര്യം പറയാറുണ്ടല്ലോ. ഈമാൻ കാര്യത്തിന്റെ അവസാന ഭാഗം എന്താണ്? വൽ ഖദ്റു ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഖൈറുൻ ഷർറും ആരിൽ നിന്നിട്ടാണ് നാം വിശ്വസിച്ചത്? റിഫായി ശൈഖെന്നോ മൊയ്‌ദി ശൈഖെന്നോ ഉള്ളാനന്ദങ്ങളിൽ നിന്നോ? അല്ല. പിന്നെയോ
ദൈവങ്ങളിൽ നിന്നോ ജിന്നുകളിൽ നിന്നിട്ടോ മലക്കുകളിൽ നിന്നിട്ടോ മനുഷ്യന്മാരിൽ നിന്നിട്ടോ കാശിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരിൽ നിന്നിട്ടോ ഒന്നുമല്ല ഹൈറും ഷറും ആരിൽ നിന്നിട്ടാണ്? അള്ളാഹുവിൽ നിന്നിട്ട് മാത്രമാണ് എന്ന് ഓരോ സത്യവിശ്വാസി വിശ്വാസ കാര്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടേയിരിക്കണമെന്ന നിർബന്ധം അല്ലാഹു സുബ്ഹാനഹു തആലക്കുള്ളത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഫുർഖാൻ അളീമിലൂടെ ഈമാൻ കാര്യം പറഞ്ഞപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നാവിലൂടെ ഈമാൻ കാര്യം പഠിപ്പിച്ചപ്പോഴും നമുക്ക് പഠിപ്പിച്ചതായ യാഥാർത്ഥ്യം. നിസ്കാരത്തെ കുറിച്ച് ഖുർആൻ തന്നെ പറയുന്നത് നിങ്ങൾക്കറിയാം. വഅഖീമുസ്സലാത്ത വലാ തകൂനൂ മിനൽ മുശ്രിക്കീൻ. നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ മുശ്രിക്കീങ്ങളാവാതിരിക്കാൻ വേണ്ടി, നിങ്ങൾ ബഹുദൈവ വിശ്വാസികളാവാതിരിക്കാൻ വേണ്ടി, നിങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന നീച നികൃഷ്ട ചിന്താഗതി ഉൾക്കൊള്ളുന്ന പേറുന്ന വിഭാഗമായി മാറാതിരിക്കാൻ വേണ്ടി നിങ്ങൾ 5 വക്ത് നിസ്കാരം നിലനിർത്തണം. അപ്പോൾ 5 വക്ത് നിസ്കാരം യഥാർത്ഥത്തിൽ സ്ഥാപിക്കുന്നത് എന്താണ്? തൗഹീദാണ്, ഏകദൈവ വിശ്വാസമാണ്. ഇനി സകാത്ത് പരിശോധിച്ചു നോക്കാം. സകാത്തിനെ കുറിച്ച് അല്ലാഹു എന്താ പറയുന്നത്? ഫൽയുൻഫിഖ് മിമ്മ ആതാഹുല്ലാഹ്. അവൻ അല്ലാഹു കൊടുത്തതിൽ നിന്നിട്ട് ചെലവഴിക്കട്ടെ. ഫആതൂഹും മിൻ മാലില്ലാഹി അല്ലദീ ആതാക്കും. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്നിട്ട് നിങ്ങൾ കൊടുക്കുക. നമ്മുടെ കൂടെ ഒന്നുമില്ല, എല്ലാം ആരുടെ കയ്യിലാണ്? അല്ലാഹുവിന്റെ കയ്യിലാണ്. അല്ലാഹു ഇഷ്ടമുള്ളവരെ അല്ലാഹു സമ്പന്നനാക്കുന്നു, അല്ലാഹു ഇഷ്ടമുള്ളവരെ അല്ലാഹു സമ്പന്നത നൽകാതിരിക്കുന്നു. ഇതൊക്കെ അല്ലാഹുവിന്റെ ഇഷ്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ കയ്യിൽ നിന്നിട്ട് കൊടുത്താൽ മാത്രമേ നമ്മുടെ അടുക്കൽ അത് എത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما പിന്നെ റസഖ്നാഹും നാം തന്നതിൽ നിന്നിട്ട് ധർമ്മം ചെയ്യുന്ന. അപ്പോൾ ആരാ തന്നത്? റബ്ബാണ്. അപ്പൊ നമ്മുടേതല്ല. അപ്പോൾ തൗഹീദിന്റെ മജ്ജ സകാത്തിലുമുണ്ട് എന്നർത്ഥം. ഇനി നമുക്ക് പരിചയമുള്ള, ഞാനിപ്പോൾ സംസാരിക്കുന്നത് വിശുദ്ധ മദീനയിൽ നിന്നിട്ടായതുകൊണ്ട് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ മദീനയിൽ താമസിക്കുന്നവരും കേരളത്തിൽ താമസിക്കുന്നവരും കാസർഗോഡിൽ താമസിക്കുന്നവരും എല്ലാവരും ഉണ്ട്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഭാഗം എന്താണ്? നാം സുബ്ഹാനല്ലാഹ് ഹജ്ജ് ചെയ്യുന്ന വേളയിൽ, ഉംറ ചെയ്യുന്ന വേളയിൽ ഇപ്പോൾ ഉംറയ്ക്ക് ജനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 7 മില്യൺ ജനങ്ങളാണ് ഉംറയ്ക്ക് വേണ്ടി പുണ്യഭൂമിയിലേക്ക് ഇപ്പോൾ ഈ ദിവസങ്ങളിലായി എത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഒരു കൊല്ലത്തിൽ 7 മില്യൺ, ഹജ്ജിന് വേണ്ടി 3 മില്യൺ മാത്രമാണ്. എന്നാൽ ഈ ഹജ്ജിന് വേണ്ടി വരുമ്പോൾ തുടങ്ങുന്നത് തൗഹീദ് കൊണ്ടാണ്. നോക്കൂ, ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്ത് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. എന്താണ്? മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്ത് വേണം? വഹുവ മുഅ്മിൻ. ആരായിട്ട് ചെയ്യണം? സത്യവിശ്വാസിയായിട്ട് ചെയ്യണം. അവൾ തൗഹീദ് ഉൾക്കൊണ്ട് ചെയ്യണം. എന്ത്? സൽക്കർമ്മങ്ങൾ തൗഹീദ് ഉൾക്കൊള്ളാതെ ചെയ്താൽ എന്താ സംഭവിക്കുക? വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. അവർ ചെയ്തതായ അമലിലേക്ക് പരലോകത്തിൽ നാം ചെല്ലും. അല്ലാഹു പറയാണ്. ഏത്? അവർ ചെയ്ത നിസ്കാരത്തിലേക്ക്, നോമ്പിലേക്ക്, സക്കാത്തിലേക്ക്, ഹജ്ജിലേക്ക്, ഇതെല്ലാം ഇസ്ലാമിലേക്ക് പേര് ചേർത്തുന്നവർ ചെയ്യാൻ സാധ്യതയുണ്ട്. പണ്ട് മക്കക്കാര് ഹജ്ജ് ചെയ്തില്ലേ? മക്കക്കാര് ഹജ്ജ് ചെയ്യാറുണ്ടായിരുന്നു. അബൂജഹൽ ഹാജിയാരാണ്, ഉത്ബത്ത് ഹാജിയാരാണ്, ശൈബത്ത് ഹാജിയാരാണ്, അവരൊക്കെ ഹാജിമാരാണ്. പക്ഷെ അവരുടെ ഹജ്ജ് ശിർക്കോട് കൂടി ചെയ്തതാണ്. നാം ചെല്ലുന്ന തൽബിയത്ത് അവർ ചെല്ലിയില്ല. അതുകൊണ്ട് അവർ നരകത്തിലേക്ക് പോകുന്നു അവരുടെ ഹജ്ജിലൂടെ. അതാണ് അല്ലാഹു പറയുന്നത്. ഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ. ശിർക്ക് ചെയ്തവർ ചെയ്തതായ സൽക്കർമ്മങ്ങളിലേക്ക് നാം ചെല്ലും. ഫജഅൽനാഹു, അതിനെ നാം കാട്ടും, ഹബാഅൻ മൻസൂറ, വിതരപ്പെട്ട ധൂളിയാക്കി പറപ്പിക്കും. അത് അവർക്ക് പ്രയോജനമില്ലാതെയായി മാറും. അപ്പോൾ അല്ലാഹു ആ ഇനത്തിൽ നമ്മെ പെടുത്താതിരിക്കട്ടെ, നമ്മുടെ അമലിനെയും പെടുത്താതിരിക്കട്ടെ. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഇത് നമ്മുടെ സമ്പത്തിനെ, നമ്മുടെ അധ്വാനത്തെ, നമ്മുടെ അമലിനെ നാം എന്ത് വേണം? മുത്തുപോലെ, സ്വർണം പോലെ, മാണിക്കം പോലെ, പവിഴം പോലെ അല്ല, ജീവൻ പോലെ സംരക്ഷിക്കേണ്ട ഭാഗമാണ്. എന്ത്? വിശ്വാസകാര്യങ്ങൾ. അതുകൊണ്ടാണ് നാം തൗഹീദിലൂടെയാണ്. മഹാനായ ജാബിർ പറയുന്നു, റസൂലുള്ളാഹി ഹജ്ജിന് വേണ്ടി ആരംഭിച്ചപ്പോൾ ഫബദഅ ബിത്തൗഹീദ്, തൗഹീദ് കൊണ്ട് ആരംഭിച്ചു. എന്താണ് റസൂലുള്ളാഹി തുടങ്ങിയ തൗഹീദ്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. വജ്ഹത്തുന്റെ അതേ തത്വം, വജ്ഹത്തുൽ നാം പറയുന്ന അതേ തത്വം. അതെന്താണ്? നിന്നിലേക്ക് സമർപ്പിച്ചു, നിന്നിലേക്ക് മുന്നിട്ടു, നിന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നു. ഞങ്ങളുടെ എല്ലാം നമസ്കാരം, നോമ്പ്, ഞങ്ങൾ ചെയ്യുന്നതായ ആ അറവുകൾ, നേർച്ച വഴിപാടുകൾ, ഇതെല്ലാം നിനക്ക് മാത്രം എന്ന തത്വമാണ് ലബ്ബൈക്കും സ്ഥാപിക്കുന്നത്. എന്നിട്ട് ഹജ്ജ് കഴിഞ്ഞു, ഉംറ കഴിഞ്ഞിട്ട് ഒരാൾ നാട്ടിലേക്ക് പോകുമ്പോൾ, നാട്ടിലിറങ്ങുമ്പോൾ പറയേണ്ടത് എന്താണ്? ആയിബൂന തായിബൂന ആബിദൂന ലി റബ്ബിനാ ഹാമിദൂൻ. എന്താണ്? ഞങ്ങൾ റബ്ബിനെ സ്തുതികീർത്തനം ചെയ്യുന്നു, ഞങ്ങൾ റബ്ബിന് ഇബാദത്തുകൾ സമർപ്പിക്കുന്നു, ഞങ്ങൾ റബ്ബിലേക്ക് മടങ്ങുന്നു, ഞങ്ങൾ റബ്ബിലേക്ക് ഇന്ന് മദീന ഇമാം പറഞ്ഞതുപോലെ പാശ്ചാത്തപിക്കുന്നു, ഖേദിക്കുന്നു, തൗബ ചെയ്യുന്നു.
അപ്പോൾ എല്ലാം തുടങ്ങിയതും റബ്ബിനോടുള്ളതായ ബന്ധം, അവസാനിപ്പിക്കുന്നതും റബ്ബിനോടുള്ളതായ ബന്ധം പറഞ്ഞിട്ടാണ് ഹജ്ജിലൂടെ. നമ്മുടെ വിഷയത്തിലേക്ക് നീങ്ങാം. അതേതാണ്? വിശുദ്ധ റമദാൻ. നാം ഇപ്പോൾ റമദാനിന്റെ വാതിൽക്കൽ. അപ്പോൾ റമദാനിന്റെ തുടക്കത്തിൽ നാം എന്ത് വേണം? ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. നിങ്ങളിലേക്ക് ഖുർആനിനെ അല്ലാഹു ഇറക്കാൻ വേണ്ടി സെലക്ട് ചെയ്തതായ മാസമാണ് ഏത്? റമദാൻ മാസം. ഉൻസില ഫീഹിൽ ഖുർആൻ, എങ്ങനെയുള്ളതായ ഖുർആനാണ്? ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. മനുഷ്യരാശിക്ക് സകലം സന്മാർഗം നൽകുന്നതായ ആ ഖുർആൻ, ദൃഷ്ടാന്തങ്ങൾ സ്ഥാപിക്കുന്ന ഖുർആൻ, തെളിവുകൾ നിരത്തിവെക്കുന്ന ഖുർആൻ, ഹുജ്ജത്തുകൾ സ്ഥാപിക്കുന്ന ഖുർആൻ. അതെ, ആർക്കും അത് കേട്ട ശേഷം കണ്ട ശേഷം അത് പ്രാക്ടിക്കൽ ആക്കിയ ശേഷം ഒരു അമുസ്ലിമായ സഹോദരൻ വിളിച്ചു അല്പസമയം മുമ്പ്. അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ മുസ്ലിം ആവാൻ തീരുമാനിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ബോധപൂർവം ഇസ്ലാമിനെ പഠിച്ച് മുസ്ലിം ആവുകയാണോ അല്ലെങ്കിൽ വേറെ വല്ല ലക്ഷ്യം വെച്ചുകൊണ്ട് മുസ്ലിം ആവുകയാണോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ കൃത്യമായിട്ട് ഇസ്ലാമിനെ പഠിച്ചു കഴിഞ്ഞു, ഞാൻ ഇസ്ലാമാണ് സത്യമതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, അത് തന്നെയാണ് ഇസ്ലാമിന്റെ ഉദ്ദേശം. ഇസ്ലാം ആരെയും നിർബന്ധിപ്പിക്കുന്നില്ല. ഇസ്ലാം സമത്വ സുന്ദരമായ മതമാണ്. ഇസ്ലാം ജനങ്ങൾക്ക് ശാന്തിയുടെയും സമാധാനത്തിന്റെയും മതമായിട്ടാണ് ഈ മതത്തെ ഇറക്കിയത്. അതുകൊണ്ട് തന്നെ അല്ലാഹ് പറയുന്നുണ്ട്, ലാ ഇക്റാഹ ഫിദ്ദീൻ, ഈ ദീനിൽ ആരെയും നിർബന്ധിപ്പിക്കുന്നില്ല. സത്യം മനസ്സിലായതിന്റെ ശേഷം, സത്യം പ്രകടമായതിന്റെ ശേഷം, ഇതാ പ്രഭ പോലെ പ്രകടമായി ജനങ്ങൾക്ക് ഖുർആനിലൂടെ സുന്നത്തിലൂടെ മനസ്സിലാക്കി കൊടുത്തതിന്റെ ശേഷം, ഖത്തബയ്യന റുശ്ദു മിനൽ ഗയ്യ്, ഏതാണ് വളഞ്ഞ റൂട്ട്, ഏതാണ് യഥാർത്ഥ റൂട്ട്, ഏതാണ് സത്യവാന്താവ് എന്നത് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് അല്ലാഹ് പറയുന്നത്, ഇനി എന്തില്ല, ആരെയും നിർബന്ധിപ്പിക്കലില്ലേ ഇല്ല. അപ്പോൾ സുബ്ഹാനല്ലാഹ്, വളരെ സന്തോഷിച്ചു. അങ്ങനെയാണെങ്കിൽ വെൽക്കം എന്ന് അദ്ദേഹത്തോട് ഞാൻ പറയുകയും ചെയ്തു. ഒരു 10-20 മിനിറ്റ് മുമ്പാണ് ഈ സംഭവം, ഈ ഞാൻ പറയുന്നതായ സംഭവം. ഏതായാലും ഇരിക്കട്ടെ. അപ്പോൾ ലോകത്തിൽ പലരും സത്യം മനസ്സിലാക്കുന്നവർ ഈ മതത്തിലേക്ക് കുതിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഈ മതത്തിന്റെ ഉടമകളാണെന്ന് പറയുന്നവരും അപ്രകാരം തന്നെ തറവാട്ട് മുസ്ലിങ്ങളുമായ പലരും, നിങ്ങളെ കുറിച്ച് ഞാൻ പറയല്ല, പൊതുവിൽ ഇപ്പോൾ അങ്ങനെയാണ്, പലരും ഈ മതത്തിൽ നിന്നിട്ട് വ്യതിചലിച്ചുകൊണ്ടേയിരിക്കുന്നു. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പകരം അള്ളാഹു അല്ലാത്തവർക്ക് ആരാധനകളുടെ പല ഇനങ്ങളും സമർപ്പിക്കുകയും, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നൂറുകണക്കിൽ പ്രാവശ്യം മടക്കി 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 പറഞ്ഞ തൗഹീദിനെ കുറിച്ചുള്ളതായ ചർച്ചകൾ അത് വളച്ചൊടിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നതായ ദയനീയ അവസ്ഥയാണ് പലരിലും കാണാറുള്ളത്. അള്ളാഹുവിന്റെ ഹിദായത്തിലേക്കും സന്മാർഗത്തിലേക്കും നയിക്കട്ടെ. നോക്കൂ ഖുർആൻ അള്ളാഹു പറയുന്ന ശൈലി. സുബ്ഹാനല്ലാഹ്, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസുംഹു. ആ മാസത്തിൽ ഒരാള് സാന്നിധ്യനാണെങ്കിൽ, നാട്ടിലാണെങ്കിൽ, യാത്രയിലല്ലെങ്കിൽ അവൻ നോമ്പ് പിടിക്കട്ടെ. അവൻ അഥവാ രോഗിയാണെങ്കിൽ അല്ലെങ്കിൽ യാത്രയിലാണെങ്കിൽ, ഇസ്ലാം അനുവദിച്ച യാത്രയാണ് യാത്ര. അപ്രകാരം തന്നെ യാത്ര എന്ന് പറയപ്പെടുന്നതായ 80-ൽ പരം നാഴിക ദൂരമുള്ളതായ സ്ഥലവുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ മാസമല്ലാത്ത വേറെ മാസങ്ങളിൽ 11 മാസങ്ങളിൽ അവൻ നോറ്റു വീട്ടട്ടെ. റമദാനിൽ തന്നെ നോക്കൽ നിർബന്ധമില്ല. ഇസ്ലാം അവനെ പ്രയാസപ്പെടുത്തുന്നുമില്ല. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ, അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവനിൽ അഥവാ മുസ്ലിങ്ങൾക്ക് അള്ളാഹു ഉദ്ദേശിക്കുന്നത് യുസ്റാണ്, എളുപ്പമാണ്, നന്മയാണ്. വലാ യുരീദു ബിക്കുമുൽ ഉസ്റ, നിങ്ങളെ അള്ളാഹ് പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിക്കുക തന്നെ ഇല്ല. എന്താണ് അവിടെ ഈ ആയത്ത് കഴിഞ്ഞ ശേഷം അള്ളാഹ് പറയുന്ന ശൈലി? وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നാം നമസ്കാരത്തിൽ തൗഹീദ് കണ്ടു, അപ്രകാരം സക്കാത്തിൽ തൗഹീദ് കണ്ടു, ഹജ്ജിൽ തൗഹീദ് കണ്ടു. ഇപ്പോൾ നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, നാം ഇപ്പോൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയ ഈ റമദാൻ എന്ന മാസത്തിൽ എന്താണ് അള്ളാന്റെ കൽപ്പന? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തതായ ആയത്തുകളുടെ മധ്യേ അള്ളാഹ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന ഒരു മഹാതത്വമുണ്ട്, മഹാപ്രാധാന്യമായ പോയിന്റ് ഉണ്ട്. അതെന്താണ്? സുബ്ഹാനല്ലാഹ്, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. അടിമ നോമ്പിലൂടെ, വൃദ്ധത്തിലൂടെ, പട്ടിണിയെടുക്കലിലൂടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹിലേക്ക് മടങ്ങലാണ്. എന്നാൽ അള്ളാഹിലേക്ക് മടങ്ങുമ്പോൾ അവരൊരു കാര്യം ശ്രദ്ധിക്കണം, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന മനുഷ്യന് മാത്രമേ
നോമ്പ് പ്രയോജനമുള്ളൂ, റമദാൻ പ്രയോജനമുള്ളൂ. അല്ലാതെ അള്ളാഹു അല്ലാത്തവരെ അള്ളാഹിനോട് തുല്യപ്പെടുത്തി അള്ളാഹുവിനെ തരം താഴ്ത്തുന്ന വിഭാഗത്തിന് എത്ര തന്നെ ജീവിതം മുഴുവൻ നോമ്പ് പിടിച്ചാൽ യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗം പ്രത്യേകം ഉണർത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹായ ഹദീസിലൂടെ നാം മനപ്പാഠമാക്കി വെച്ചതാണ്. ഇന്ന് മദീന മിമ്പറിന്റെ വീത നിങ്ങൾ കേട്ടതാണ്. അതെന്താണ്? മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആദ്യം പറഞ്ഞു ഒമൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി ഒമൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും റമളാനിൽ വിശ്വസിച്ചുകൊണ്ട് നോമ്പ് പിടിക്കുകയാണെങ്കിൽ, വിശ്വസിച്ചുകൊണ്ട് നോമ്പ് പിടിക്കുകയാണെങ്കിൽ, പിന്നെയോ കൂലിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ആത്മാർത്ഥതയോട് കൂടി നോമ്പ് പിടിക്കുകയാണെങ്കിൽ, രണ്ട് നിബന്ധന മനസ്സിലായില്ലേ? ഇങ്ങനെയാണെങ്കിൽ അവന്റെ കഴിഞ്ഞുപോയ എല്ലാ ചെറുദോഷങ്ങളും പുറത്തു കിട്ടും. എല്ലാ ചെറുദോഷങ്ങൾ എന്നത് മറ്റു ഹദീസിന്റെ സഹായത്തോടു കൂടിയാണ്. അതും ബുഖാരിയിൽ തന്നെയാണ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹദീസ്. എന്ത്? റമളാൻ മുതൽ റമളാൻ വരെ എന്ന് ഇദജ്തുനിബത്തിൽ കബായിർ, വൻദോഷങ്ങൾ ഒഴിവാക്കിയാൽ, വൻദോഷങ്ങൾക്ക് പശ്ചാത്താപം തന്നെ. ഇന്ന് മദീന മിമ്പറിന്റെ രണ്ടാം ഖുതുബയിൽ നിങ്ങൾ കേട്ടതുപോലെ എന്ത് വേണം? പശ്ചാത്താപം തന്നെ വേണം. പരിപൂർണമായി അള്ളാഹുലേക്ക് മടങ്ങി ഇനിമേലിൽ കുറ്റം ചെയ്യുകയില്ല, നിന്നെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ, നിനക്ക് മാത്രമേ പ്രാർത്ഥനയുള്ളൂ, നിനക്ക് മാത്രമേ അറിവുള്ളൂ, നേർച്ചയുള്ളൂ, ജീവിതമുള്ളൂ, മരണമുള്ളൂ എന്ന തൗഹീദിന്റെ മജ്ജ അത് സ്ഥാപിച്ച് സ്ഥിരീകരിച്ച് അള്ളാഹിന്റെ മുമ്പിൽ അതിനു മുമ്പ് ചെയ്തു പോയ സർവ്വ പാപങ്ങളിൽ നിന്നിട്ട്, തെറ്റുകളിൽ നിന്നിട്ട് അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി തേടുക. അതാണ് തൗബ, അതാണ് പശ്ചാത്താപം. എന്നിട്ട് കുറ്റം സമ്മതിച്ച് അതിലേക്ക് മടങ്ങാതിരിക്കുകയും ചെയ്യുക. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ നിബന്ധന അള്ളാഹു വെക്കുന്നു. ആരെങ്കിലും റമളാനിൽ മൻ ഖാമ റമളാന, റമളാനിൽ ഒരാൾ നിന്ന് നമസ്കരിച്ചാൽ ഈമാനൻ, സത്യവിശ്വാസിയായിട്ടായിരിക്കണം. മൻ ഖാമ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിൽ ഒരാൾ നിന്ന് നിസ്കരിച്ചാൽ ഈമാനൻ, സത്യവിശ്വാസിയായിരിക്കണം. കണ്ടില്ലേ? അപ്പോൾ വിശ്വാസവുമായിട്ട് ബന്ധപ്പെടാതെ തോന്നിവാസിയായിട്ട് ജീവിച്ച് ആരെയും വിളിക്കാം, ആരോടും പ്രാർത്ഥിക്കാം, ആർക്കും നേർച്ചയാക്കാം, ആർക്കും അറക്കാം, എങ്ങനെയും ജീവിക്കാം. അതോടൊപ്പം ശിയാക്കൾ ജീവിക്കും പോലെ അതോടൊപ്പം നിസ്കാരവും, അതോടൊപ്പം നോമ്പും, അതോടൊപ്പം സക്കാത്തും, അതോടൊപ്പം ഹജ്ജും പറ്റൂല, കൊള്ളൂല, സ്വീകരിക്കൂല. ഫജഅൽനാഹു ഹബഅൻ മൻസൂറ, വിതരപ്പെട്ട ധൂളിയാക്കി പറപ്പിച്ചു കളയുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാനിൽ അളീമിൽ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ മുസ്ലിങ്ങൾ ഈ രൂപത്തിൽ തൗഹീദിനെ, ഏകദൈവ വിശ്വാസത്തെ ഗ്രഹിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്തി ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആരും നമ്മെ ആക്ഷേപിക്കാൻ, ആരും നമ്മെ ശകാരിക്കാൻ, ആരും നമ്മെ ചീത്ത പറയാൻ, ആരും നമ്മെ ഭീകരന്മാരാണെന്ന് പറയാൻ, ആരും നമ്മളോട് വിരോധികളായി മാറുക എന്ന ചുറ്റുപാടിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും. അതെ, അതുകൊണ്ട് തന്നെ മാലിക് ദിനാറും 12 ആളും ഇന്ത്യയിലേക്ക് വന്നതായ സന്ദർഭത്തിൽ, കേരളത്തിലേക്ക് വന്നതായ സമയത്തിൽ മുസ്ലിങ്ങളുടെ ആ തൗഹീദ് സ്ഥാപിക്കുന്ന മുസ്ലിങ്ങളുടെ ഏകദൈവ വിശ്വാസം ജനങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന മുസ്ലിങ്ങളുടെ ആ സമീപന രീതിയും അവരുടെ പെരുമാറ്റവും കണ്ടിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന കേരളക്കാരായ മുസ്ലിങ്ങളുടെ പേരക്കുട്ടികളാണെന്ന് നാം മനസ്സിലാക്കണം. എന്റെ ഓർമ്മയിൽ തന്നെ ഞാൻ കാസർഗോഡ് 50 കൊല്ലം മുമ്പ് അവിടെ പള്ളി ദർസിൽ പഠിച്ച കാലഘട്ടത്തിൽ, കാസർഗോഡുകാരനാണ് ഞാൻ, അവിടെ 50 കൊല്ലം മുമ്പ് അവിടെയുള്ളതായ ടൗൺ പള്ളിയിൽ ഞാൻ പള്ളി ദർസിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ അവിടെയുള്ളതായ റെയിൽവേ സ്റ്റേഷന്റെ അടുക്കലുള്ളതായ ആ അമ്പലത്തിൽ നിന്നിട്ട് ഗണപതിയെയോ അല്ലെങ്കിൽ അവരുടെ ഇതര മതസ്ഥരുടെ ബിംബത്തിനെയോ അവര് എന്ത് ചെയ്യുന്നു? മല്ലികാർജുന ദേവസ്ഥാനത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആ കൊണ്ടുപോകുന്ന വേളയിൽ പള്ളിയുടെ മുമ്പിലേക്ക് അവരെത്തുമ്പോൾ ബേൻഡടി നിർത്തും. എനിക്ക് അനുഭവമാണിത്. ബേൻഡടി അവര് ബേൻഡടിക്കുകയില്ല. എപ്പോൾ? പള്ളിയുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ. എന്തേ? അവർക്ക് നമ്മോട് ആദരണീയത ഉണ്ടായിരുന്നു. എന്തേ? നാം അന്ന് പലരും തോന്നിവാസങ്ങളും അനാചാരങ്ങളും, പ്രത്യേകിച്ച് ഖബറിന്റെ അടുക്കൽ സിയാറത്ത് ചെയ്യുന്നതിന് പകരം ഇസ്ലാം അനുവദിച്ചതായ ഖബർ ആളുകൾക്ക് സലാം പറയുക, അവർക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, അതിന് പകരം അവർക്ക് നേർച്ച, അവർക്ക് അറിവ്, അവരോട് പ്രശ്നങ്ങൾ പറയൽ പോലത്തതായ അനാചാരങ്ങൾ കാട്ടുന്ന വിഭാഗമായി നാം മാറിക്കഴിഞ്ഞപ്പോൾ
കഴിഞ്ഞപ്പോൾ അവർ ചെയ്യുന്ന അഥവാ ഇതര മതസ്ഥർ ചെയ്യുന്നതായ പല ചിന്താഗതികൾ, പല ആചാരങ്ങൾ നാം കാട്ടുന്ന കണ്ടപ്പോൾ എന്നാൽ ഇവരോട് ലയിക്കാം, ഇവരുടെ അടുക്കലേക്ക് പോകാം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അവരൊരിക്കലും നമ്മുടെ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വന്നിട്ടില്ല, അവരൊരിക്കലും നമ്മളോടൊപ്പം നോമ്പ് പിടിച്ചിട്ടില്ല, അവരൊരിക്കലും നമ്മോടൊപ്പം ബലിയർക്കാൻ അർക്കാൻ വേണ്ടി വന്നിട്ടില്ല. പിന്നെ എന്തിലാണ് ലേനത്തിന്റെ പേരും പറഞ്ഞിട്ട് ഇപ്പോൾ ചില ഇതര മതസ്ഥർ വരാൻ തുടങ്ങിയത്? എന്തിലാണ്? അവരുടെ മതത്തോട് തുല്യതയുള്ള ചില കാര്യങ്ങൾ നാം കാട്ടുന്ന കണ്ടപ്പോൾ, അവരുടെ മതത്തോട് തുല്യതയുള്ള ചില കാര്യങ്ങൾ നാം കാട്ടുന്ന കണ്ടപ്പോൾ എന്നാൽ ഇവർ തിരക്കേടില്ല എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് നമ്മുടെ ഖബറിന്റെ പരിസരത്ത് നടക്കുന്നതായ ഉത്സവങ്ങളിലേക്ക് അവര് ലേനത്തിന്റെ പേരും പറഞ്ഞു വരാൻ ആരംഭിച്ചു. ഒരിക്കലും നാം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല, അവരെ എല്ലാ കുറ്റം പറയേണ്ടത് നാം ഖുർആൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങൾ ആരാധിക്കുന്ന മഹാനായ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുകയില്ല, അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുകയില്ല, അപ്രകാരം തന്നെ നിങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങളെ ഞങ്ങളും ആരാധിക്കുകയില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതത്തിൽ ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഖുർആൻ പറയുന്നതായ തത്വമുണ്ടല്ലോ. ആ തത്വമാണ് നാം നമ്മുടെ ഇതര മതസ്ഥരായ കേരളത്തിൽ ജീവിക്കുന്ന, എവിടെ ജീവിക്കുന്ന അമുസ്ലിം സുഹൃത്തുക്കൾക്ക് നമ്മുടെ പ്രവർത്തനം കുറിക്കുകയാണെങ്കിൽ നമ്മെ ഭീകരന്മാരാണെന്ന് പറയുകയില്ല, നമ്മെ ഇപ്പോൾ ആക്ഷേപിക്കുന്ന ആക്ഷേപങ്ങൾ ആക്ഷേപിക്കുകയില്ല, അതിൽ നിന്നിട്ട് മുക്തര. എന്തുകൊണ്ട്? നമ്മിൽ നിന്നിട്ട് ഒരു വിഭാഗം ലേനത്തിന്റെ പേരിൽ അവർ കാട്ടുന്നതായ അവരുടെ മതത്തിലുള്ളതായ കാര്യങ്ങൾ ചെയ്യുന്ന കണ്ടപ്പോൾ പിന്നെ ഒരു വിഭാഗം അത് പാടില്ല എന്ന് പറയുന്ന കണ്ടപ്പോൾ അവര് എന്ത് ചെയ്യുന്നു? പാടില്ല എന്ന് പറയുന്നവരെ ഭീകരന്മാരാണെന്ന് പറയുന്നു. ആരാണ് അങ്ങനെ ഭീകരന്മാരാണെന്ന് മുസ്ലിങ്ങളെ പറയിപ്പിക്കാൻ കാരണക്കാർ? നാം തന്നെ. നാം എല്ലാവരും ഒറ്റക്കെട്ടായി അള്ളാഹ് പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ കയറിന്റെ ബാക്കിൽ തൗഹീദിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഏകീകരിക്കുക. അത് നാം കാട്ടിയില്ല, അത് നമ്മുടെ പ്രവർത്തനം കുറിച്ചില്ല. നാം അവരുടെ അമ്പലത്തിലേക്ക് അവർ പോകും പോലെ പോകുന്നു, അവർ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല, അവർ നമ്മെ ക്ഷണിച്ചിട്ട് പോലുമില്ല. എന്ന് മാത്രമല്ല, നാം ഇങ്ങനെ കാട്ടുന്ന കണ്ടപ്പോൾ ഉള്ളാളത്ത് കുറച്ച് വർഷങ്ങൾക്ക്, ഒരു 40-35 വർഷം മുമ്പ് നടന്നതായ ഒരു ഉറൂസ് സമ്മേളനത്തിൽ അവിടെ വെച്ചിട്ട് ഇതര മതസ്ഥരുടെ നേതാക്കളിൽപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞു, നിങ്ങൾ കിടക്കുന്ന ബിംബത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ നിൽക്കുന്ന ബിംബത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളും നിങ്ങളും തുല്യരാണെന്ന് പ്രസംഗിച്ചു. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് എതിര് വരെ പറയാനുള്ള ചെങ്കൂറ്റമോ അല്ലെങ്കിൽ കഴിവോ കൽപ്പോ നമ്മളിലേക്ക് ചേർത്ത് പറയുന്ന ആ പണ്ഡിത സഭയ്ക്ക് വരെ ഉണ്ടായിട്ടില്ല, അവിടെ സമ്മേളിച്ചതായ പണ്ഡിതന്മാർക്ക് ഉണ്ടായിട്ടില്ല. ഇതൊക്കെ നമ്മുടെ വീഴ്ചയാണ്. ഖുർആൻ നമ്മളോട് അങ്ങനെയല്ല പറയുന്നത്. ഖുർആൻ പറയുന്നത് സത്യവിശ്വാസികളായ മുസ്ലിങ്ങൾ അവരുടെ നേതാവായ നമ്മുടെ കണ്ണുലുണിയായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ മാതൃക ഉൾക്കൊള്ളണം. അവർ യഥാർത്ഥത്തിൽ ഇതര മതസ്ഥരുടെ വീടുകളിലേക്ക് ചെല്ലും, അവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് മുമ്പ് അവരെ സന്ദർശിക്കും, അവർ രോഗികളാണെങ്കിൽ രോഗികളെ സന്ദർശിക്കും. സുബ്ഹാനല്ലാഹ്, ഖുർആൻ പറയുന്നതനുസരിച്ച് ഇസ്ലാമിനോട് കൂടുതൽ ശത്രുത പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് ജൂതന്മാർ. ആ ജൂതന്മാർ റസൂലുള്ളാഹിന്റെ അയൽവാസികളായപ്പോൾ ആ അയൽവാസി അമുസ്ലിമാണെങ്കിലും എന്റെ അയൽവാസിയാണല്ലോ. ഖുർആനല്ലേ പറഞ്ഞത് അയൽവാസികളുടെ അവകാശം നിറവേറ്റണമെന്ന്. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഞാൻ സന്ദർശിക്കട്ടെ എന്ന് റസൂലുള്ളാഹി തീരുമാനിച്ചു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർശനത്തിന് റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്തു. അതാണ് വേണ്ടത്. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്നല്ലാതെ നാം തൊട്ടുകൂടാത്ത തീണ്ടിക്കൂടാത്ത എന്ന രൂപത്തിൽ അവരോട് വിട്ടുനിൽക്കുകയും അവരോട് വെറുപ്പും പ്രകടിപ്പിക്കുകയും എന്നിട്ട് അവരെ കൊണ്ട് നമ്മെ ഭീകരന്മാരാണെന്ന് പറയിപ്പിക്കുകയും ചെയ്യുന്ന ചുറ്റുപാടോ അന്തരീക്ഷമോ നമ്മളിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല. നാം സഹിഷ്ണുതയുടെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആത്മോത്കർഷതയുടെയും ആത്മാനുഭൂതിയുടെയും എല്ലാ നന്മകളുമായി നമ്മളിലേക്ക് കടന്നു വന്നതായ ഈ റമദാനിനെ സ്വീകരിക്കുമ്പോൾ ഈ റമദാനിലൂടെ അവർക്കും നമുക്കും ലഭിക്കേണ്ട ഒരു മെസ്സേജ് ഉണ്ട്, അവർക്കും നമുക്കും ലഭിക്കേണ്ടതായ ഒരു റിസാലയുണ്ട്. അതെന്താണ്? ഇത് സത്യമതമാണ്, ഇത് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞ മതമാണ്, ഇതിൽ ഭീകരതയില്ല, പൊട്ടിപ്പുറപ്പെടലില്ല, ഇതിൽ ക്രൂരതയില്ല, ഇതിൽ ആരെയും വെറുപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല, ഇത് ജനങ്ങൾക്ക് നന്മ മാത്രമേ ഉള്ളൂ എന്നത് പ്രാക്ടിക്കലായി പ്രവർത്തനത്തിലൂടെ നാം മറ്റു മതസ്ഥർക്ക് പഠിപ്പിച്ചു കൊടുക്കണം റമദാൻ വരുമ്പോൾ. എന്നിട്ട് ധർമ്മം കൊടുക്കുമ്പോൾ നമ്മുടെ അയൽവാസികളെ പ്രത്യേകം ഒന്നിക്കണം. അവരിൽ രാഘവനായ
കുട്ടനാവട്ടെ, ശേഖരനാവട്ടെ, നായറാവട്ടെ, ലക്ഷ്മിയാവട്ടെ, ഏത് വ്യക്തികളായിരുന്നാലും അവരെല്ലാം അയൽവാസികളാണെങ്കിൽ അവരാദരിക്കുകയും അവർക്ക് റമദാനുമായിട്ടുള്ളതായ ആ സഹകരണം, ഇന്ന് മക്ക ഇമാമ് പറഞ്ഞതുപോലെ റമദാനാകുമ്പോൾ മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകുക, അപ്രകാരം നോമ്പ് മുറിപ്പിക്കുക, കൊലത്തതായ കാര്യത്തിൽ അവശരെ പങ്കെടുപ്പിക്കുക. അപ്രകാരം തന്നെ റമദാനിൽ ധർമ്മം, നിർബന്ധമായ സക്കാത്ത് അല്ലാത്ത ധർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിലെല്ലാം അയൽവാസികൾ മുസ്ലിങ്ങളാണെങ്കിലും അവരെല്ലാം നാം സംഘടിപ്പിക്കുകയും വേണം. അങ്ങനെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തേണ്ടതുപോലെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ഈ രൂപത്തിലുള്ളതായ സമീപനം മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്നതല്ല. അപ്പോൾ മറ്റു ഇതര മതസ്ഥരെയല്ല കുറ്റം പറയേണ്ടത്, മറിച്ച് നമ്മുടെ മതത്തെ നാം പഠിച്ചില്ല, നാം പഠിപ്പിച്ചില്ല, നാം പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തില്ല, അവർക്കും നാം ഈ മതത്തിലൂടെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതായ മെസ്സേജ് റമദാനിലൂടെ സൽക്കർമ്മങ്ങളിലൂടെ അവർക്ക് നാം എത്തിച്ചു കൊടുത്തില്ല എന്ന വീഴ്ചയാണ് നമ്മളിൽ സംഭവിച്ചത് എന്നതുകൂടി കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. ആ ശിർക്ക് ചെയ്യുന്ന വിഭാഗം, ആ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഭാഗം, ആ ശിട്ടികളെ ശിട്ടാവരോട് തുല്യപ്പെടുത്തുന്ന വിഭാഗം ചെയ്യുന്നതായ അമലുകളിലേക്ക് നാം ചെല്ലും, എന്നിട്ട് അവകളെ വിതരപ്പെട്ട ധൂളിയാക്കി മാറ്റിക്കളയും. അതുകൊണ്ടാണ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു പറയാൻ കാരണം, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. ഒരാൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, അതിൽ നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന റമദാൻ നോമ്പ് പിടിക്കുമ്പോൾ എന്ത് വേണം? മുഅ്മിനായിട്ട്, സത്യവിശ്വാസിയായിട്ട്. അപ്പോൾ എന്ത് വേണ്ടി വരും? എന്തെങ്കിലും തെറ്റ് കഴിഞ്ഞ കാലഘട്ടത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതാ റമദാന്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹുവിനോട് കേണപേക്ഷിക്കുക. ഞാൻ അറിയുകയില്ല റബ്ബേ, എനിക്ക് പരിചയമില്ല റബ്ബേ ഈ മതത്തിന്റെ യാഥാർത്ഥ്യം, ഈ മതം പഠിപ്പിക്കുന്നത് ഏകദൈവ വിശ്വാസമാണ് എന്ന കാര്യം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, പഠിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല റബ്ബേ. ഇപ്പോൾ പഠിക്കാനും അറിയാനും കേൾക്കാനും സാധിച്ചു റബ്ബേ. അതുകൊണ്ട് ഇതാ ഞാൻ എന്റെ ജീവിത രീതി മാറ്റാൻ തീരുമാനിച്ചു റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് സത്യം ഉൾക്കൊള്ളാനുള്ളതായ ചെങ്കൂറ്റവും ഒരുക്കവും തയ്യാറെടുപ്പും നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, എന്നിട്ട് റബ്ബിന്റെ മുമ്പിൽ കുറ്റം സമ്മതിക്കലും ഉണ്ടായിക്കഴിഞ്ഞാൽ, എന്നിട്ട് ചെയ്തു പോയ തെറ്റുകളിൽ നിന്നിട്ട് മോചനം നേടുകയും അതും സംഭവിച്ചു കഴിഞ്ഞാൽ, അതിൽ ഖേദം പ്രകടിപ്പിക്കലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ പശ്ചാത്താപം അല്ലാഹ് സ്വീകരിക്കുക തന്നെ ചെയ്യും. അല്ലാഹ് പറയുന്നു, വതൂബൂ ഇലല്ലാഹി, അല്ലാഹുവിലേക്ക് നിങ്ങൾ മടങ്ങുക, അയ്യുഹൽ മുഅ്മിനൂന, സത്യവിശ്വാസികളെ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം വേണമെങ്കിൽ നിങ്ങൾ എല്ലാവരും തൗബ ചെയ്യുക, നിങ്ങൾ എല്ലാവരും പാശ്ചാത്തപിക്കുക. അപ്പോൾ ഏറ്റവും പാശ്ചാത്തപിക്കൽ അനിവാര്യമായ സമയമാണ് എന്ത്? വിശുദ്ധ റമദാൻ ആസന്നമാകുന്ന ഇങ്ങനെയുള്ളതായ സമയം. ഇപ്പോൾ അള്ളാഹുവിലേക്ക് ചെല്ലാൻ, അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നാം കൊല്ലത്തോട് കൊല്ലം 11 മാസത്തിലൂടെ ചെയ്തു കൂട്ടിയതായ ധിക്കാരങ്ങളും അനാചാരങ്ങളും തോന്നിവാസങ്ങളും തട്ടിപ്പുകളും വെട്ടിപ്പുകളും എന്തെല്ലാം തെറ്റുകൾ നാം ചെയ്തു പോയിട്ടുണ്ട്, അവകളിൽ നിന്നെല്ലാം മോചനം നേടാൻ, അവകളിൽ നിന്നെല്ലാം നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ളതായ മഹാ ചാൻസാണ് ഈ വിശുദ്ധ റമദാൻ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ റമദാനിന്റെ ആയത്തുകളിലൂടെ പറയാൻ കാരണം, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിമ എന്നെക്കുറിച്ച് നിങ്ങളോട് ചോദിച്ചാൽ, എന്നെക്കുറിച്ച് നിങ്ങളോട് മുഹമ്മദേ നിങ്ങളോട് ചോദ്യത്തിന്റെ രൂപം എന്താണ്? ഉദാഹരണത്തിന്, അള്ളാഹ് ദൂരമാണോ? അള്ളാഹ് അടുത്താണോ? അള്ളാഹ് വിളിച്ചാൽ കേൾക്കുമോ? അള്ളാഹിനോട് എങ്ങനെ വിളിക്കണം? അള്ളാഹിനോട് എങ്ങനെ പ്രാർത്ഥിക്കണം? ഇങ്ങനെ ഒരാൾ ചോദിച്ചാൽ എന്താണ് നിങ്ങൾ മറുപടി പറയേണ്ടത്? അള്ളാഹ് പറയുന്നു, ഫഇന്നി ഖരീബ്, ഞാൻ തന്നെ അവർക്ക് മറുപടി നൽകാം. അള്ളാഹ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ റസൂലുള്ളാഹിനോട് ആരെങ്കിലും വന്ന് ചോദിച്ചാൽ അള്ളാഹ് റസൂലിനോടാണ് മറുപടി പറയാൻ. ഇവിടെ അള്ളാഹിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അള്ളാഹ് റസൂലിനോട് മറുപടി പറയാൻ പറഞ്ഞില്ല. പിന്നെയോ, അടിമകളെ കേട്ടോളീൻ, ഞാൻ നിങ്ങളിലേക്ക് അടുത്ത ആളാണ്. ഫഇന്നി ഖരീബ്, ഇത് റമദാനിന്റെ ആയത്തിലാണ്, നോമ്പിന്റെ ആയത്തിലാണ് ഇത്, മനസ്സിലായില്ലേ? ഫഇന്നി ഖരീബ്, ഞാൻ നിങ്ങളിലേക്ക് അടുത്തവനാണ്. ഉജീബു ദഅവത്തദ്ദ, നിങ്ങൾ പ്രാർത്ഥന നടത്തുമ്പോൾ, നിങ്ങൾ ചോദിക്കുമ്പോൾ ചോദ്യത്തിന് മറുപടി ഞാനാണ് നൽകുക. അതുകൊണ്ട് ഇത് നിങ്ങൾ പറയുന്നതൊന്നും ശിർക്കല്ല, അതൊക്കെ ഇടതേടലാണ്. അതുകൊണ്ടൊന്നും പ്രയാസം വരാൻ പോകുന്നില്ല, അപകടം വരാൻ പോകുന്നില്ല, അത് മനസ്സിലാക്കിയെടുത്ത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് കൈ മലർത്തുന്നവരുണ്ട്. അതിന് മറുപടി അള്ളാഹ് തന്നെ പറയുന്നുണ്ട്. എന്താണ് ശിർക്ക്, എന്താണ് തൗഹീദ്? ഈ ശിർക്കിന്റെ നിർവചനം ഖുർആനിലുണ്ട്. എന്താണ് അത്? ആയത്ത് എല്ലാവർക്കും പരിചയമുണ്ടാവേണ്ട ആയത്താണ്. ഏതാണത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവിന്റെ കാവലിനെ ചോദിക്കണം നാം. അത്തരം ആയത്തുകൾ, സുബ്ഹാനല്ലാഹ്, ആയത്തുകൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടി ഇബ്ലീസ് മനക്കെടും. ഇൻ തദ്ഉഹും, അല്ലാഹു അല്ലാത്തവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ,
അത് മൊയ്തീൻ ഷെയ്ഖ് ആവട്ടെ, റിഫായി ഷെയ്ഖ് ആവട്ടെ, ബിംബങ്ങളാവട്ടെ, ജിന്നുകളാവട്ടെ, മലക്കുകളാവട്ടെ, ആരായിരുന്നാലും വിരോധമില്ല. ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുന്നതല്ല. ഒലു സമീഉ, ഇനി കേട്ടാൽ തന്നെ എപ്പോൾ കേൾക്കുക? അഥവാ ഒരാൾ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിച്ച് വിചാരിക്കുക, ജിന്ന് നമ്മുടെ കൂടെ ഉണ്ടല്ലോ അല്ലെ, പിശാച് നമ്മുടെ കൂടെ ഇല്ലേ, ജിന്ന് കേൾക്കാൻ സാധ്യതയുണ്ട്, മലക്കുകൾ നമ്മുടെ കൂടെ ഇല്ലേ, ഉണ്ട്, കേൾക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അയിനുമല്ല പറയാണ്. ഇനി അവർ കേട്ടാൽ തന്നെ മസ്തജാബൂലക്കും, അവർക്ക് മറുപടി പറയാനുള്ള അധികാരം ഞാൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവർ മറുപടി പറയുന്നതും മറുപടി ചെയ്യുന്നതുമല്ല. അപ്പോൾ നിങ്ങൾ ഈ ചെയ്ത തെറ്റോ, നിങ്ങൾ ഈ മരിച്ചതായ അല്ലെങ്കിൽ ഈ ജീവിക്കുന്ന ആളായ ആരോടാണെങ്കിലും അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ ശിട്ടികളോട് ചോദിക്കുക എന്നത് ശിർക്കാണ് എന്നതിലേക്ക് തെളിവാണ് ഈ പറയുന്നത്. അള്ളാഹ് പറയുന്നു, നിങ്ങൾ അങ്ങനെ കാട്ടിയാൽ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ ആ ചെയ്ത ശിർക്കിൽ നിന്നിട്ട് അവർ കൂറുമാറും. അപ്പോൾ നിങ്ങൾ ആ ചെയ്ത കാര്യം എന്താണ്? ശിർക്കാണ്. നിങ്ങൾ ആ ചെയ്ത കാര്യം എന്താണ്? ശിർക്കാണ്. ഇതിന്റെ താരീഫ് മനുഷ്യന്മാർ നൽകേണ്ട ആവശ്യമുണ്ടോ? എന്താണ് ശിർക്കിന്റെ നിർവചനം മൗലവി എന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ മുസ്ലിയാരെയും. ഇല്ല, ശിർക്കിന്റെ നിർവചനം അല്ലാഹ് പറയാണ്. ശിർക്കിന്റെ നിർവചനം ആരാധനകളുടെ മജ്ജയായ പ്രാർത്ഥന കാശിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരോട് ചെയ്യുക, അതാണ് ശിർക്കിന്റെ നിർവചനം. ആര് പറഞ്ഞു? അല്ലാഹ് പറഞ്ഞു ഖുർആനിൽ. നിങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവരത് കേൾക്കൂല, കേട്ടാൽ തന്നെ മറുപടി നൽകൂല. എന്നിട്ട് പറയാണ് യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ യക്ഫുറൂന ബിശിർക്കിക്കും, ആ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ച ആ മഹാത്മാക്കളാണെങ്കിൽ മഹാത്മാക്കൾ, ജിന്നുകളാണെങ്കിൽ ജിന്ന്, മലക്കുകളാണെങ്കിൽ മലക്ക്, അവരെല്ലാം എന്ത് ചെയ്യും? നിങ്ങൾ ചെയ്തതായ ആ ശിർക്കിൽ നിന്നിട്ട് അവർ കൂറുമാറും. ഞങ്ങൾ അവരോട് എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് മൊയ്തീൻ ഷെയ്ഖ് പറഞ്ഞാൽ നമ്മൾ പെട്ടില്ലേ? ആര് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അല്ലേ? 1000 പ്രാവശ്യം വിളിച്ചാൽ ഞാൻ പെട്ടെന്ന് മറുപടി നൽകുമെന്ന് പറഞ്ഞു മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനിയെ കുറിച്ച് ഷിയാക്കൾ ഉണ്ടാക്കി കെട്ടിയുണ്ടാക്കിയതിനെ കായൽപട്ടണക്കാരന് പാടിയില്ലേ? അത് കേരളക്കാർ ഇപ്പോൾ ഏറ്റുപാടിക്കൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ, അറിവില്ലാത്തവര്. അല്ലാഹു ഹിദായത്തിലാക്കട്ടെ അല്ലേ? എങ്ങനെയോ 1000 പ്രാവശ്യം വിളിച്ചാൽ പെട്ടെന്നാവാ? 1000 പ്രാവശ്യം വിളിച്ചാൽ എങ്ങനെ പെട്ടെന്നാവാ? അങ്ങനെയാണ് ഖുത്ബത്തുൽ റാത്തീബ് പറയുന്നത്. എന്നെ ഒരാൾ 1000 പ്രാവശ്യം വിളിച്ചാൽ ഉടനെ ഞാൻ മറുപടി നൽകുന്നു. 1000 വിളിക്കാൻ തന്നെ 2.5 മണിക്കൂർ വേണം. പിന്നെ എങ്ങനെ ഉടനെയാവാ? അപ്പൊ എന്തെല്ലാം തോന്നിയാസം പറയുന്നേ, നമ്മളെ കൊണ്ട് ഷിയാക്കൾ പറയിപ്പിക്കന്നെ, പിശാചികൾ പറയിപ്പിക്കന്നെ, നമ്മളെ കൗമ് പറയന്നെ, നമ്മളെ കൗമ് ചാടന്നെ, ഓടന്നെ, ഡാൻസ് ആടന്നെ. ഈ പേരിൽ ഒരിക്കലും അരുത്. ഇതൊക്കെ അപകടമാണ്, ഇത് ശിർക്കാണെന്ന് അല്ലാഹു തീർത്ത് പറഞ്ഞതാണ്. അതുകൊണ്ട് റമളാനിനെ സ്വീകരിക്കുന്ന വേളയിൽ, റമളാനിന്റെ ആദ്യ ദിവസത്തെ നാം സ്വീകരിക്കുന്നതായ വേളയിൽ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ടല്ലാതെ നാം നോമ്പ് പിടിച്ചാൽ നോമ്പ് മീതെ കേറൂല. അള്ളാഹ് തീർത്ത് പറഞ്ഞു, റസൂലുള്ളാഹ് തീർത്ത് പറഞ്ഞു, ഈമാനൻ, ഈമാനോട് കൂടിയായിരിക്കണം. ഈമാനിന്റെ നിർവചനവും പഠിച്ചു നിങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങൾ ഇതേ ഗൗരവത്തിൽ ഗൗനിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും നാം നമ്മുടെ ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുമുള്ള ചെങ്കൂറ്റവും തന്റെ ഇടവും ഒരുക്കവും തയ്യാറെടുപ്പ് നമുക്ക് ഏവർക്കും അള്ളാഹു നൽകട്ടെ, നൽകട്ടെ, നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാനിനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ച് അതിൽ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ, അത് സുന്നത്താവട്ടെ, ഫർളാവട്ടെ, സക്കാത്താവട്ടെ, ധർമ്മമാവട്ടെ, എല്ലാം ചെയ്തുകൊണ്ട് റബ്ബിന്റെ പ്രീതികരമാക്കാനും റബ്ബിന്റെ സാമീപ്യം നേടുവാനും നമുക്കേവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ മദീനയിൽ നിന്നിട്ട് നിങ്ങൾ കേൾക്കുന്നതായി ശബ്ദം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയുടെ പരിസരത്തിൽ നിന്നിട്ടാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഉപദേശങ്ങൾ കേൾക്കുന്നത്. ഇത് നിങ്ങൾ ഈ കേൾക്കുന്നവരും അപ്രകാരം ഇത് മറ്റു മാധ്യമങ്ങളിൽ കൂടി കേൾക്കുന്നവരുമല്ല, അതേ ഗൗരവത്തോടു കൂടി തന്നെ ഈമാനിന്റെ ഗൗരവം മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താൻ ഓരോരുത്തരും രംഗത്തിറങ്ങേണ്ടതും അതിന് ഒരുങ്ങേണ്ടതും അതിന് തയ്യാറെടുക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായതായ വീഴ്ചകളെ നികറ്റാൻ വേണ്ടി വീഴ്ചബോധത്തോടുകൂടി റബ്ബിന്റെ മുമ്പിൽ കുറ്റം സമ്മതിച്ചുകൊണ്ട് പശ്ചാത്താപിക്കേണ്ടതുമാണ്. അള്ളാഹു നമ്മുടെ പശ്ചാത്താപത്തെ സ്വീകരിക്കട്ടെ, നമ്മളിട്ട് മരണപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കട്ടെ, നമ്മളുടെ രോഗമുള്ള രോഗത്തെ സുഖപ്പെടുത്തട്ടെ. നമുക്ക് റബ്ബിന്റെ മതത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സേവനം ചെയ്യാനുള്ളതായ ശാരീരിക, സാമ്പത്തിക, വിജ്ഞാന, ഈമാനിക ശേഷി നമുക്ക് ഏവർക്കും അള്ളാഹു നൽകട്ടെ, ആത്മാർത്ഥത നൽകട്ടെ, ആത്മാർത്ഥത നൽകട്ടെ. ഇങ്ങനെയുള്ളതായ ക്ലാസുകളും മറ്റുമെല്ലാം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും ഇങ്ങനെയുള്ളതായ സമ്മേളനങ്ങൾ സമ്മേളിപ്പിക്കുവാനും ബേക്കിൽ പ്രവർത്തിക്കുന്ന സർവ്വപ്രവർത്തകന്മാരാണാവട്ടെ പെണ്ണാവട്ടെ അവർക്കെല്ലാം റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു തക്കതായ പ്രതിഫലം നൽകട്ടെ, നൽകട്ടെ, നൽകട്ടെ. ഇവിടെ നാം ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹുവിന്റെ പരിസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിൽ അവരുടെ കയ്യിൽ നിന്നിട്ട് കൗസർ കുടിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുള്ളതായ ഭാഗ്യം ശഫാഅത്തുൽ കൊണ്ട ശേഷം അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ, നൽകട്ടെ, നൽകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ
وعلى آل محمد. اللهم بلغنا رمضان وارزقنا للعمل الصالح فيه وارزقنا بالصيام والقيام فيه ووفقنا واجعلنا من الفائزين بإدراك حظ ليلة القدر في شهر رمضان المبارك يا أرحم الراحمين يا حي يا قيوم. اللهم صل على محمد وعلى آل محمد وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.